Origins Cock, Bhishmar, my boy Dan is back. The Sakshal, the real one, the OG one, the real Oppenheimer. ഒപ്പം നാടൻ വെടിക്കെട്ടു വീരൻ കരിമരുന്ന് പ്രയോഗമായിട്ട് ഒപ്പം തന്നെയുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ധ്യാനിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ സിമിലാരിറ്റി ഉള്ള വലിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് സിമിലാരിറ്റി ഉള്ള നെയിമുമായിട്ട് ധ്യാൻ ഇറങ്ങാറുണ്ടല്ലോ സ്ഥിരം. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ദുരന്തർ ഇറങ്ങിയ സമയത്ത് ധ്യാനിൻ്റെ ഭീഷ്മർ. ഡയറക്ടർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അപ്പോൾ പ്രൊഡ്യൂസർ ആരാ? അതും ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ഡിസ്ട്രിബ്യൂട്ടർ ആരാ? അതും ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പരിപാടിയാണ് ഭീഷ്മർ. സ്റ്റോറി അനുസരിച്ച് ഗോപി. നല്ല തേമ്പിയ സ്റ്റോറി. അത്രയ്ക്കും മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സ്റ്റോറി ഉണ്ടാക്കുന്നത്? അയ്യോ, ടോർച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ DOP രതീഷ് റാം, എഡിറ്റർ ജോൺ കുട്ടി. ഒന്നും പറയുന്നില്ല. ഈ സിനിമയിലെ ടെക്നിക്കൽ വശങ്ങളൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയ്ക്കും മോശമാണ്. എസ്പെഷ്യലി സോങ്സൊക്കെ തനി 1990s കല്യാണ ആൽബംസ് ഉണ്ടല്ലോ, ആ ഒരു നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യാം ഇതിലെ സോങ്സ് കണ്ടു കഴിഞ്ഞാൽ. രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. ക്രിഞ്ച് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചസ്യ അങ്ങനത്തെ സോങ്സാണ്. കാരണം അങ്ങനത്തെ സിറ്റുവേഷനാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി അതിനനുസരിച്ചിട്ട് പണി വെച്ചിട്ടുണ്ട്. ആര്? രഞ്ജിൻ രാജ്. ഈ മഹത്തരമായിട്ടുള്ള കഥ നടക്കുന്നത് അങ്ങ് പാലക്കാട് ചിറ്റൂരിലാണ്. അപ്പോൾ കഥാനായിക ദിവ്യ പിള്ളി കോലം വരയ്ക്കും. അപ്പോൾ അറിയാലോ അവിടുത്തെ ഒരു സെറ്റപ്പ്, അവിടുത്തെ ഒരു പരിപാടിയായിട്ട് കോലം വരയ്ക്കും. അപ്പോൾ ഇവരുടെ ഭർത്താവ് അതിക്രൂരനായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്ന കലാഭവൻ മണി ഫ്രം മീശോ, സെന്തിൽ കൃഷ്ണ. പുള്ളി എസ് ഐ ആണെങ്കിൽ വെളിവില്ലാത്ത SI ആണ്. പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യേണ്ട സമയത്ത് പുള്ളി ഗുണ്ടകളെയും കൂട്ടിയേ പോവുക. അതാണ് ഈ SIയുടെ പ്രത്യേകത. ഭീകരനാണ് അവൻ, കുട്ടം ഭീകരൻ, സെന്തിൽ കൃഷ്ണ. അപ്പോൾ ഈ ദിവ്യാപിള്ള കോലം വരയ്ക്കുന്നു, സെന്തിൽ കൃഷ്ണ അത് ചവിട്ടിത്തേക്കുന്നു. ദിവ്യാപിള്ള വെള്ളം കോരുന്നു, സെന്തിൽ കൃഷ്ണ കലമടയ്ക്കുന്നു. സെന്തിൽ കൃഷ്ണ അടിച്ച് കിണ്ടിയായിട്ട് വരുന്നു, ദിവ്യാപിള്ളയെ അറഞ്ചം പുറഞ്ഞം അടിച്ച് സൈഡാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൊത്തം ഒരു കഥാപാത്രം. അവിടെയാണ് നമ്മുടെ ധ്യാനിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ധ്യാനിൻ്റെ പേര് മുരുകൻ, കൊല മുരുകൻ. കാരണം ഇദ്ദേഹത്തിന് വാഴക്കുല കച്ചവടം, വാഴക്കുല മാത്രമല്ല പച്ചക്കറി കച്ചവടം. അപ്പോൾ പൊള്ളാച്ചി പോവുക, വാഴക്കുല, തക്കാളി, ഉള്ളി, പച്ചക്കറി ഇതൊക്കെ എടുക്കുക, എന്നിട്ട് പാലക്കാട് കൊണ്ടുവന്ന് വിൽക്കുക. അപ്പോൾ ദിവ്യാപിള്ള ഒരു ചെറിയൊരു മെസ്സിൽ വർക്ക് ചെയ്യാം. അപ്പോൾ പച്ചക്കറി കടക്കാരനും മെസ്സിൽ ജോലി ചെയ്യുന്ന നായികയും തമ്മിലുള്ള അതാണ്. നായകൻ പച്ചക്കറി കച്ചവടക്കാരൻ, നായിക മെസ്സിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ മീൽസ് കൊടുക്കുന്നു, മീൽസ് റെഡി. അപ്പോൾ അവർ തമ്മിലുള്ള പ്രണയമാണ്. ഇതാണ് രഞ്ജിൻ രാജ് കൊടുത്തിരിക്കുന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സ്കോർ. അത് വെച്ച് ആ സാധനം വെച്ചിട്ട് തന്നെ ഒരു പാട്ടുമുണ്ട്. അത് വിജയ് യേശുദാസ് അല്ല പാടിയിട്ടുള്ളത്, നമ്മുടെ ധ്യാനിൻ്റെ ചേട്ടനായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ ആ പാട്ടൊക്കെ കറക്റ്റ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അങ്ങനെ 1990s ഈ വയലിൻ്റെ നടുക്കും ഈ പാടത്തിൻ്റെ കരയിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയിട്ട് അന്ന് അങ്ങനെയാണ് കല്യാണ ആൽബം ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പോലെയല്ല, വലിയ ടെക്നോളജി അല്ലല്ലോ. അപ്പോൾ അതൊന്ന് റീവിസിറ്റ് ചെയ്യുക, അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാട്ട് രഞ്ജിൻ രാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഷൂട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ പെർഫോമൻസ് ധ്യാന ദിവ്യപിള്ള ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നു. പഴയ ഒരു സിനിമയിലുണ്ട് പപ്പു വെളിച്ചപ്പാടായിട്ട് ഫിലോമിനെ നോക്കുന്നത്. അപ്പോൾ ഫിലോമിനെയും പപ്പു ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കുന്നൊരു സാധനമല്ലേ, സെയിം സാധനം അടിച്ചു വെച്ചേക്കുക ഡിറ്റോ. പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കഥാപരിസരം. ദിവ്യപിള്ളയുടെ ഭർത്താവാണ് ആര്? സെന്തിൽ. ധ്യാനൊരു പച്ചക്കറി കടക്കാരൻ മാത്രമല്ല, ഒരു പരോപകാരി കൂടിയാണ്. പുള്ളി ഇങ്ങനെ വാഴക്കൊലയൊക്കെ തൂക്കി നടക്കും, പക്ഷെ അതേസമയം തന്നെ പുള്ളി പരോപകാരം ചെയ്യും. അങ്ങനെ പുള്ളിക്ക് ഒരു ട്രാജിക് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു കഥ പരിസരം എന്ന് പറയുന്നത്. പിന്നെ മണികണ്ഠൻ ആചാരി, പുള്ളിക്ക് ഇതിൽ അപ്പോൾ ഇങ്ങനെ വട്ടം വരുന്ന സമയത്ത് കുറേ കരിവാരി തേക്കുക, പല്ല് കറയടിക്കുക, എന്നിട്ട് ലാസ്റ്റ് സെന്തിലും ധ്യാനും കൂടെ ഇടികൂടുക.
ഇപ്പം ഞാൻ വയറ് വെച്ചൊക്കെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഇടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഇടിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് നമ്മുടെ മലയാളം സ്റ്റാർ സഹായിക്കാൻ അനിയൻകുട്ടന്മാർ വരുമല്ലോ, അതുപോലെ മണികണ്ഠൻ ആചാരി പുള്ളിയാണ് ഇതിലെ ധ്യാനിൻ്റെ അനിയൻകുട്ടൻ. ആ പുള്ളി വന്ന് ഇടിക്കുന്നു. പിന്നെ ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. മാക്കിൽ കവലയൂർ, പിന്നെ ഷാജു ശ്രീധർ, ഇത് രണ്ടും ധ്യാനിൻ്റെ സഹായികളാണ്. അപ്പോൾ ഇത് പാലക്കാടാണല്ലോ കഥ നടക്കുന്നത്. അപ്പം പാലക്കാട് ചിറ്റൂരാകുമ്പോൾ ആ സ്ലാങ് പറയണമല്ലോ, ആ സ്ലാങ് പിടിക്കണമല്ലോ. ധ്യാൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ ധ്യാനോട് മറന്നു. എനിക്ക് തോന്നുന്ന കഥാപാത്രം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, ഏതൊക്കെ സിനിമകളിൽ ഏതൊക്കെ കഥാപാത്രമാണ് പുള്ളി കറക്റ്റ് ഓർമ്മ പോലും ഉണ്ടാവാറില്ല. അപ്പോൾ പുള്ളി പാലക്കാടാണെന്ന പുള്ളി മുരുകനാണ്, കൊലമുരുകനാണ് എന്നൊക്കെ പുള്ളി മറന്നുപോയിട്ട് പുള്ളി ഇടയ്ക്ക് സാധാരണ സംസാരിക്കില്ലേ അതുപോലെ സംസാരിക്കുന്നത്. ഷാജു പിന്നെ അറിയാലോ, ഷാജുവിന് ആ സ്ലാങ് അറിയുന്നതുകൊണ്ട് ഷാജു ശ്രീധർ കറക്റ്റ് സ്ലാങ് പറയുന്നത്. അഖിൽ കവലിയൂർ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇടയ്ക്ക് പറയുന്നില്ല. അങ്ങനെ പിന്നെ ദിവ്യ പിള്ളയ്ക്കൊന്നും സ്ലാങ്ങേ ഇല്ല. ജയൻ ചേർത്തലയൊക്കെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. പിന്നെ നമ്മുടെ സാക്ഷാർ ഓപ്പൺ ഹേമർ കഴിഞ്ഞു കഴിഞ്ഞാൽ നാടൻ വെടിക്കെട്ട് വീരൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ എൻട്രിയാണ്. എന്തോ തകരാറാണ് തോന്നുന്നു ഇതിൽ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കഥാപാത്രം എന്തോ തകരാറാണ് അങ്ങനെയുള്ള ഒരു കഥാപാത്രം. ഭയങ്കര വെറുപ്പിക്കൽ കഥാപാത്രം. അത് അതിലും വെറുപ്പിക്കലായിട്ട് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയസ്ലി ഭയങ്കര വെറുപ്പിക്കൽ. അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വരുന്ന സീൻസിലൊക്കെ തന്നെ ഇങ്ങനത്തെ, അതായത് ആ കഥാപാത്രം എങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഒരു പെണ്ണ് മരിച്ച സമയത്ത് എൻ്റെ സഹാവ് മരിച്ചോ മരിച്ചാന്ന് ചോദിച്ചിട്ട് എത്ര വെറുപ്പിക്കലാണിത് എൻ്റെ പൊന്നെ. ടോർച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയ പരിപാടി. വിഷ്ണുവിൻ്റെ കഥാപാത്രവും പെർഫോമൻസും അങ്ങനെ. പിന്നെ വിഷ്ണുവിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. ഏതോ ഒരു അന്ധനാണെന്ന് തോന്നുന്നത് കാസ്റ്റ് ചെയ്തത് കുട്ടിക്കാലം അഭിനയിക്കുന്ന ആളെ. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനെ നമുക്ക് കണ്ടാലറിയാലോ. അപ്പോൾ ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോഴല്ലേ അത് ഇപ്പോഴത്തെ ആളാ വന്നേ. അപ്പം എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? താരടി ഇതൊക്കെ കാസ്റ്റ് ചെയ്യുന്നേ. ഇത്തിരി പോന്നൊരു ചെമ്പക മൊട്ട് പോൽ കൽബിൽ സൂക്ഷിച്ചൊരിഷ്ടം. ഈ സിനിമയിലെ ക്രിഞ്ച് സാധനങ്ങളെ പറയുന്നത് ഇതിലെ വരികൾ. പിന്നെന്താ, കൂട്ടുകുറുമ്പിൻ്റെ വായനശാലയിൽ, ഇത് ലൈബ്രറിയിൽ വെച്ചുള്ള പ്രണയം. കൂട്ടുകുറുമ്പിൻ്റെ വായനശാലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടല്ലേ വിനീത് ശ്രീനിവാസൻ പാടി. അമ്പലപ്രാവിൻ്റെ കണ്ണിൽ ഇടിമിന്നൽ എന്നോ അങ്ങനെ എന്തോ. അമ്പലപ്രാവിന് എന്താ വയ്യ, അമ്പലപ്രാവിൻ്റെ കണ്ണിൽ എന്തോന്ന് ഇടിമിന്നൽ, ഇങ്ങനെയൊക്കെ. BK ഹരിനാരായണാണെന്ന് തോന്നി എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ പാട്ടുകൾ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇതിൽ അമേര ഗോസ്വാമി കാണാനൊക്കെ സെറ്റാണ്. ഒരു മുസ്ലിം കഥാപാത്രം. റാവുത്തർ കുടുംബം, പാലക്കാട്. ഇപ്പോൾ പാലക്കാടാകുമ്പോൾ മറ്റേ രണ്ടും ഉണ്ടല്ലോ, റാവുത്തർ കുടുംബമുണ്ട്, കോലം വരയ്ക്കുന്ന റീംസും ഉണ്ട്. അപ്പോൾ ഇവരുടെ അച്ഛനാണ് നമ്മുടെ സ്ഥിരം സൂയിസൈഡ് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സന്തോഷ് കീഴാറ്റൂർ. ഇതൊരു പുള്ളിക്ക് പൊട്ടാസ് പൊട്ടിക്കണ തോക്കൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് പുള്ളി മാസം കാണിക്കുന്നുണ്ട്, പൊട്ടാസ് തോക്ക്. അപ്പം ഈ അമ്മയുടെ കഥാപാത്രം ഇത്ര ക്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്തൊരു ക്രിഞ്ചാണ്. ഇവർ എന്താ ഫ്രഷേഴ്സ് ഡേ ക്യാമ്പസിലെങ്ങാണ്ടുള്ള എന്തോ ഫ്ലാഷ് ബാക്കോ എന്തോ കാണിക്കുക. അതായത് മാട്രിക്സിലൊക്കെ ഈ ടൈം ഫ്രീസ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും ഫ്രീസായി പോകൂലേ, എന്നിട്ട് പുള്ളി കെൻ റീവ്സ് മാത്രം നടക്കൂലേ, ലിയോ. അതുപോലെ ക്യാമ്പസിൽ എല്ലാവരും ഫ്രീസാ. എല്ലാവരും ആര് സ്ത്രീ, ഈ സ്റ്റുഡൻ്റ് ആര്, ഇവര് നടക്കുക, ബാക്കിയിൽ നിന്ന് ഫ്രീസ്. എന്നിട്ട് ഇവരിങ്ങനെ പാട്ട്, ഈ പറഞ്ഞ പാട്ട് എന്താ മയിൽപ്പീലി സൂക്ഷിച്ചൊരിഷ്ടം എന്നാ പറഞ്ഞിട്ട് അങ്ങനെ. അയ്യോ, ഇതൊക്കെ കണ്ട് തൊലി ഉരിഞ്ഞിട്ട് ഇത് ഏത് കാലഘട്ടത്തിലെ സിനിമയാണ്, അല്ലെ ഏത് കാലഘട്ടത്തിലെ സിനിമയായി കഴിഞ്ഞാലും ഇതൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുന്നു, ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റോറി എഴുതി ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് ഇങ്ങനെ ഒരു അഭിനയിക്കാൻ ഒരു വക അറിയാത്ത കുറച്ച് ആർട്ടിസ്റ്റുകൾ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പറയുന്നത്, അവരൊക്കെ നിർത്തി എന്നിട്ട് ഇങ്ങനെ ഏതോ ഒരു ക്യാമ്പസ് കാണിച്ച് ഈ നടിയേയും പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഉണ്ണിലാൽ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്. പിന്നെ വിനോദ് തൃക്കാക്കരി, ഇവർ തമ്മിൽ മത്സരിച്ച് ഉറപ്പിക്കൽ. അതിൽ ഉണ്ണിലാൽ ചെയ്ത മാസീൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അയ്യോ, അങ്ങനെ. പിന്നെ ഇതിൽ ആർട്ടൊക്കെ ഞാൻ ആലോചിക്കുകയാണേ. ഒരു സാധാരണ ഒരു വിറക് ഉള്ളി എടുത്തിട്ട് തലക്കടിക്കേണ്ട സീനുണ്ട് ദിവ്യപിള്ളി സെന്തിലിൻ്റെ. ആ വിറക് ഉള്ളി വരെ ഒരു നാച്ചുറാലിറ്റി തോന്നുന്നില്ല, എന്തോ ഉരുട്ടി ഉണ്ടാക്കിയ വിറക് ഉള്ളി പോലെ. പിന്നെ ഇതിൽ തലക്കടിക്കില്ല, തലക്കടിക്കില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ തലക്കടിക്കും, ദിവ്യപിള്ളി തലക്കടിക്കും, വരുന്നവരും പോകുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കടിക്കും. അപ്പോൾ തലക്കടിക്കുന്ന പരിപാടി അറിയാലോ, പണ്ടത്തെ പരിപാടിയാണ്.
പിന്നെ ഒരു സീൻ ഞാൻ കണ്ടാണേ, അതായത് ധ്യാനിൻ്റെ മുരുകൻ എന്ന് പറഞ്ഞ കഥാപാത്രം പച്ചക്കറി വിൽക്കണ സ്ഥലമുണ്ടല്ലോ, അവിടെ രാത്രി, അതായത് വിജനമായിട്ട് രാത്രി ആരും ഇല്ലാത്ത സമയത്ത് ഇവരെ വണ്ടി വരിക. അപ്പം ഞാൻ നോക്കുമ്പോഴൊരു സ്ത്രീ പുറകിൽ, അതായത് അറിയാതെ ഫ്രെയിമിൽ കയറിപ്പോയതാ, അറിയാതെ ഫ്രെയിമിൽ കയറിപ്പോയിട്ട് ആ സ്ത്രീയും കണ്ട് അയ്യോ ഞാൻ ഫ്രെയിമിലാണല്ലോ എന്ന് അവർ മെല്ലെ പുറകോട്ട് വലിഞ്ഞ് അങ്ങ് ഒളിച്ചു കളഞ്ഞ്. ഇതൊന്നും ഇതൊക്കെ ആൾക്കാർ കാണൂലേ എന്ന് നിങ്ങൾക്ക് അറിയൂലേ? അറ്റ്ലീസ്റ്റ് എഡിറ്റിങ്ങിലെങ്കിലും അത് കറക്റ്റ് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെയാണ് സിനിമ എടുത്ത് വെച്ച് ഇറക്കുന്നത്. ഇന്ദ്രൻസ് എന്തോ മാസമാണ്. പിന്നെ വിനീത് തട്ടിൽ സ്ത്രീ ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സോനു ശശിപാലല്ല, സോഹൻ സിൻലാൽ പുള്ളിയുണ്ട്. ഇതിലൊരു ലേഡി ഡോക്ടറുണ്ട്. ഇപ്പോൾ ലേഡി ഡോക്ടർ കറക്റ്റ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇതവർ പറയുന്നത്, ഡയലോഗൊന്നല്ല പറയുന്നത്. ഒരു ഡബ്ബിങ്ങിൽ അത് ഒരു ലിപ്സിങ്ങിൽ മാത്രമല്ല, ഇവരെന്തോ പറയുന്നു വേറെന്തോ ഡബ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വളരെ അമേച്ചറിഷായിട്ട് എടുത്തു വെച്ചുള്ള സിനിമ. ലാസ്റ്റ് ഇതിൻ്റെ ടൈറ്റിലിനെ ന്യായീകരിക്കാൻ വേണ്ടി, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ മഹാഭാരതെന്നോ ഭീഷ്മർന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയന് റൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അവസാനം ഇതിൻ്റെ ടൈലൻഡിൽ വീണ്ടും റസിയയുടെ ക്യാമ്പസ് പ്രവേശനം അപ്പോഴ് ഇട്ടിരിക്കുന്ന പാട്ട് കെ ലത്തീഫിൻ്റെ കിട്ടല സോങ്ങാണ്. അന്ന് മുതൽ അത് ഇറങ്ങിയ മുതൽ ഇന്ന് വരെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൽബംസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. മറ്റേ അറിയാലോ, ഹുറി പൽനിരാ പുഞ്ചിറി തൂകുമാ സുന്ദരി പേരഴും ഹൂറി പൂമകൾ ഫാത്തിമ, ആ സാധനം അത് കേട്ടപ്പോൾ എന്തോ ഒരു നോസ്റ്റാൾജിയ കഴിച്ചു. പക്ഷെ സീൻ നോക്കണ്ട, സീൻ മറ്റേ സീൻ തന്നെയാണ്. ഏത് മാട്രിക്സിലെ എല്ലാവരും ഫ്രീസ്, ഈ പിന്നെ സുൽത്താൻ്റെ റസിയ മാത്രം തങ്കൻ ചേട്ടൻ്റെ